ബ്രസീലിന് അടുത്ത വേൾഡ് കപ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ? റൊമാരിയോയുടെ ചോദ്യത്തിന് നെയ്മർ ജൂനിയർ, അതായത് 2026 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ വരെ നൽകും, അല്ലെങ്കിൽ എന്തും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞ നെയ്മർ ജൂനിയർ ഇപ്പോൾ റൊമാരിയോട് സംസാരിച്ചിട്ടാണ് 2026 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ സാധ്യത എന്താണ് എന്നുള്ള കാര്യം. നെയ്മർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുപാട് മികച്ച ക്വാളിറ്റിയുള്ള താരങ്ങൾ ബ്രസീലിലുണ്ട്, ഓരോ പൊസിഷനിലും. അദ്ദേഹം പറഞ്ഞതിൻ്റെ വാസ്തവം, സൂപ്പർ താരങ്ങളെ ഓരോരുത്തരെടുത്ത് പറയുകയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ലോകത്തെ മികച്ച താരമാണ്. അതുപോലെ തന്നെയാണ് റോഡ്രിഗോയും. മിഡ്ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ബാക്ക് ലൈനാണെന്നുണ്ടെങ്കിലും മിലിറ്റാവോനെ പോലത്തെ ഒരുപാട് ലോകോത്തര താരങ്ങൾ നിലവിൽ ബ്രസീലിലുണ്ട്. ഓരോരോ താരങ്ങളും ഓരോ പൊസിഷനിലും ബെറ്റർ ആയിട്ടുള്ള താരങ്ങൾ ബ്രസീലിലുണ്ട്. എല്ലാം ഒന്ന് ഒരുമിച്ച് സെറ്റാക്കിയാൽ മാത്രം മതി എന്നാണ് നെയ്മർ ജൂനിയറുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ മികച്ച താരങ്ങൾ തന്നെയാണ്, ഒന്നും കൂടി ഒന്ന് ലെവലാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ആ ഒരു കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് നെയ്മർ ജൂനിയറുടെ അഭിപ്രായം. വിനീഷ്യസ് ജൂനിയർ ലോകോത്തര താരമുണ്ട്, റോഡ്രിഗോ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം അവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു. അടുത്ത വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് എന്ന് നെയ്മർ ജൂനിയർ ഓൾറെഡി പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ 2026 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയില്ല എങ്കിൽ നേടാൻ സാധ്യതയുള്ള 2-3 ടീമുകളുടെ പേരും ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞു. ആദ്യത്തേത് ഫ്രാൻസാണ്, പിന്നെ സ്പെയിന്, അർജന്റീന. ഈ 3 ടീമുകളാണ് ബ്രസീലിന് വേൾഡ് കപ്പ് അടുത്തത് കിട്ടിയില്ല എങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ടീമുകൾ. 2026 വേൾഡ് കപ്പ് തൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ് എന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞതാണ്. ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ഓൾറെഡി അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ആ വേൾഡ് കപ്പിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമായിട്ട് ഇപ്പോൾ അദ്ദേഹം വേൾഡ് കപ്പിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അദ്ദേഹത്തിന് ആ ഒരു വേൾഡ് കപ്പ് വേണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹം അതിന് ശക്തമായിട്ട് തയ്യാറെടുക്കുന്നുമുണ്ട്. എന്തായാലും അൽ ഹിലാലിൽ അദ്ദേഹം ക്ലബ്ബിൽ ഇപ്പോൾ നല്ല രീതിയിലല്ല, അല്ലാന്നുണ്ടെങ്കിൽ അൽ ഹിലാൽ വിട്ട് മറ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനുള്ള ഒരു സാധ്യത കൂടുകയാണ്. കാരണം സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് അദ്ദേഹം ചേക്കേറാനുള്ള സാധ്യത കൂടുതലാണ്. അമേരിക്കയിൽ 1-2-3 ക്ലബ്ബുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതായിരുന്നു. എല്ലാവരും ശക്തമായിട്ട് തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നിട്ട് AFC ചാമ്പ്യൻസ് ലീഗിൽ അൽ ഹിലാലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കളിക്കാം. പക്ഷേ മാർച്ചിൽ അദ്ദേഹം ബ്രസീൽ നാഷണൽ ടീമിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. കൊളംബിയയുമായിട്ടും അർജന്റീനയുമായിട്ടൊക്കെയാണ് അടുത്ത ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ വരുന്നത്. ആ ഒരു മത്സരം ഏതാണ്ട് അടുത്തു കഴിഞ്ഞു. ആ ഒരു മത്സരം മാത്രമാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നത്, കൂടുതലായിട്ട് ആ ഒരു മഞ്ഞ ജേഴ്സിയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, അല്ലേ?